ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം ഇപ്പോൾ കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്തത്. ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് ഈ നേതൃയോഗം വിശദമായി ചർച്ച ചെയ്യുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇപ്പോൾ അരുൺ കൊടുങ്ങൂരും ജിജീഷ് കരുണാകരനും കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഈ യോഗം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു, ഇപ്പോഴും ഇത് പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗൗതം, അല്പസമയങ്ങൾക്ക് മുമ്പാണ് യോഗം ഔദ്യോഗികമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ 1:30 യോഗം അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം വാർത്താ സമ്മേളനമടക്കം ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ നടത്തുകയും ചെയ്യും. എന്തായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. കാരണം വലിയൊരു ലക്ഷ്യവുമായി വലിയൊരു മുന്നേറ്റവുമായി ബി.ജെ.പി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇന്നത്തെ ഒരു സന്ദർശനം ഈ നേതൃയോഗത്തിൽ സംസാരിക്കാൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ എന്തായാലും യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 2 മണിക്ക് മുമ്പ് യോഗം അവസാനിക്കുമെന്നാണ് അറിയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചോളം, ബി.ജെ.പി പ്രവർത്തകരെ സംബന്ധിച്ചോളം, ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളെ സംബന്ധിച്ചോളം ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. കൃത്യമായ ഒരു മുന്നറിയിപ്പോടെ കൃത്യമായി തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ബി.ജെ.പിയുടെ ഭാഗത്ത് നടന്നു. ബി.ജെ.പി എടുത്തുകൊണ്ടുവരുന്ന വിഷയങ്ങൾ, അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ സജീവ ചർച്ചയാക്കിക്കൊണ്ടാണ് ബി.ജെ.പി ഈ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്ത. ഇതിനുശേഷമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ തന്നെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ്. ആ ബി.ജെ.പിക്ക് ഒരു കൃത്യമായ ഊർജം പകരുന്ന, ഒരു കരുത്ത് പകരുന്ന ഒരു നേതൃയോഗം തന്നെയല്ലേ ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം എന്ന് പറയുന്നത് അത് നിയമസഭയിലേക്കുള്ള ഒരു യാത്രയിലേക്ക് ആ ഒരു വഴിയാണ്. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി പൂർണ്ണമായും തന്നെ പാർട്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ അവിടെ നടക്കുന്ന അമിത്ഷാജി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾ കേൾക്കുന്ന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കാൻ പോകുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ അവർ എത്രമാത്രം കൂടുതൽ ഊർജ്ജസ്വലരായിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്നത് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. കാരണം പ്രവർത്തകരെ ഇത്രയധികം ആവേശഭരിതരാക്കാൻ കഴിയുന്ന ഒരു നേതാവ് വളരെ ചുരുക്കമാണ്. ഇത്തരത്തിൽ പ്രവർത്തകരെ ആവേശഭരിതരാക്കാൻ കഴിയുന്നതും അവർക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നേതാക്കൾ ഒരുപക്ഷെ ബി.ജെ.പിയിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന നേതൃത്വം. അങ്ങനെയുള്ള നേതാക്കളിൽ ഏറ്റവും പ്രമുഖരും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അമിത്ഷാ. അദ്ദേഹം തന്നെ വന്നു അവരോട് സംസാരിക്കുന്നു. എങ്ങനെയെല്ലാമാണ് പ്രവർത്തനങ്ങൾ എന്ന് സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ നിരവധി വിഷയങ്ങളുണ്ടല്ലോ, പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട്, കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്ന, ജനങ്ങളെ നേരിട്ട് പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ബി.ജെ.പി നിലവിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ എടുത്തിരിക്കുന്നത്. ആ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ, പാവങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ, അതൊക്കെ തന്നെ നടപ്പാക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനം കൂടിയല്ലേ ബി.ജെ.പി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. തീർച്ചയായും. അതായത് ബി.ജെ.പി എടുക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട, ഒന്ന് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി പ്രധാനമായും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന പദ്ധതി എന്ന് പറയുന്നത് വാർഡ് തലം മുതൽ ബൂത്ത് തലം മുതൽ തന്നെ പ്രവർത്തകരെ കൂടുതൽ സജീവമാക്കണം. പ്രവർത്തകർ ഇപ്പോൾ തന്നെ സജീവമാണ്. കാരണം മുമ്പുണ്ടായിരുന്ന ഒരു 10 വർഷം മുമ്പ് 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബി.ജെ.പിയുടെ പ്രവർത്തന സംവിധാനമല്ല. അതിൽ നിന്ന് ഏറെ മാറ്റം വന്നു. കാലത്തിന് അനുസൃതമായി പ്രവർത്തകർ കൂടുതൽ മാറിയിരിക്കുന്നു. ഏറ്റവും വലിയ മാറ്റങ്ങൾ, കാരണം ഈ നവീന ആശയങ്ങളെ ആദ്യം കൊണ്ടുവരുന്നത് എപ്പോഴും ബി.ജെ.പിയാണ്. നമുക്കറിയാം, അത് സമൂഹ മാധ്യമങ്ങളെ മറ്റ് സംഘടനകളെല്ലാം CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാം അവഗണിക്കുകയും സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ പരിഗണന നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ ആ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. അങ്ങനെയാണ് യുവാക്കളുടെ മനസ്സുകളിലേക്ക് കൂടുതൽ ശക്തമായി ബി.ജെ.പി കയറിക്കൂടുന്നത്. ബി.ജെ.പിയെ അവരുടെ ഒരു ഭാഗമാണ്. ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെല്ലാം അവരുടെ മനസ്സിൽ പതിയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. അങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ നടപ്പിലാക്കാം. ഒപ്പം തന്നെ ജനകീയ വിഷയങ്ങളായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സാധാരണക്കാരനെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായി തന്നെ ഇടപെടാൻ, അതുകൊണ്ടാണല്ലോ ഇവിടെ കുട്ടനാട്ടിലടക്കം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു പ്രതിനിധി സംഘത്തെയും കേന്ദ്ര സംഘത്തെയും എല്ലാം അയച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത്, കാരണം ഈ കൃഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കൃഷിക്കാർക്ക് വേണ്ടി ശക്തമായി വാദിക്കുകയും ഞങ്ങൾ കൃഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകളാണ്, അവർക്ക് കൂലി കൂടുതൽ വാങ്ങിക്കൊടുത്ത ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ അവർക്ക് നേരെ മുഖം തിരിഞ്ഞ് നിൽക്കുകയും കൃഷിക്കാരനെ
പൂർണ്ണമായും തഴയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ കർഷകന് ഒരു പെൻഷൻ ഫണ്ട് കൊണ്ടുവന്നത് BJP സർക്കാരാണ്. കിസാൻ പദ്ധതികളിലൂടെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ വിളയ്ക്ക് മതിയായ വില കിട്ടാൻ വേണ്ടി എല്ലാം തന്നെ ഇടപെട്ടത് കേന്ദ്ര സർക്കാരാണ്. ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ ഒരു പ്രവർത്തനം സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന്, അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഇടത് വലത് മുന്നണികൾ ഭരിച്ച സമയത്തൊന്നും തന്നെ കർഷകരെ അവഗണിച്ചു പോകുമ്പോൾ ഏറ്റവും അധികം കൃഷിക്കാരെ വലിയ ഒരു നന്ദിയോടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പദ്ധതികൾ, വിവിധ പദ്ധതികളാണ്, കൃഷിക്കാരുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളാണ്. അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും കൃഷിക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും അതിലെല്ലാം ഇടപെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ 16% നിന്ന് 20%ത്തിലേക്കും 20%ത്തിൽ നിന്ന് അത് 25%ത്തിലേക്ക് നീക്കാനും എല്ലാമുള്ള വഴികളിലേക്ക് BJP എത്തുന്നതും അതിൻ്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ അവർ കുടിയേറി കഴിഞ്ഞു, ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരമായ ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ ഏതെങ്കിലും ഒരു കാരണങ്ങൾ ഒന്നും തന്നെ അവരുടെ മനസ്സിൽ നിന്ന് BJPയെ എടുത്ത് മാറ്റിവെക്കേണ്ട ഒരു ഘടകവും ഇല്ല എന്ന നിലയ്ക്ക് കൃത്യമായി തന്നെ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ്. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി, അതിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേ കൃത്യമായുള്ള ഒരു വികസനം, അതുതന്നെയാണല്ലോ എല്ലാ സംസ്ഥാനങ്ങളും നരേന്ദ്രമോദി സർക്കാർ നിൽക്കുന്നത്. നമുക്ക് കേരളത്തിൽ കാണാം, ചില ആളുകൾക്ക് കൃത്യമായുള്ള രാഷ്ട്രീയം നോക്കി രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിലുള്ള ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രം ആനുകൂല്യങ്ങളും സർക്കാർ ജോലി വരെ PSCയെ അട്ടിമറിച്ചുകൊണ്ട് സർക്കാർ ജോലി കൂടെ കൊടുക്കുന്ന ഒരു നാട്ടിൽ എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി എന്നുള്ള ഒരു കൃത്യമായ ടാഗ് ലൈനോടുകൂടി, അതൊരു വെറും ടാഗ് ലൈൻ അപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ആ വിഷയത്തെ എടുത്തുകൊണ്ട് അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക, അവരുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുക, എല്ലാവർക്കും വികസനം എന്നുള്ള ഒരു ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചുകൊണ്ട് എല്ലാവരെയും സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു നടപടികൾ അതുതന്നെയല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി വരികയും ചെയ്യുന്നത്. അതുതന്നെയല്ലേ ഈ വികസിത കേരളം എന്നുള്ള ഒരു വലിയ മുദ്രാവാക്യത്തിലൂടെ കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവർക്കും തുല്യനീതി, ആരോടുമില്ല പ്രീണനം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ പ്രീണന രാഷ്ട്രീയം ഒരു ഭാഗത്ത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ധൈര്യപൂർവ്വം കേന്ദ്ര സർക്കാർ പറഞ്ഞത് ആരോടും പ്രീണനത്തിനില്ല, എല്ലാവർക്കും നീതി എന്നതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത്. അത് നീതി ലഭ്യമാക്കേണ്ട വിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കിക്കൊണ്ട് തന്നെ തുല്യനീതിയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ ആ കേന്ദ്ര സർക്കാർ ഒരു വലിയ മഹത്തായ ഒരു പാഠം അല്ലെങ്കിൽ ഒരു മാതൃകയാണ് സമൂഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. പലപ്പോഴും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പല മാതൃകകളുമാണ് പിന്നീട് കേരളം അതേപടി കടമെടുത്തുകൊണ്ട് നടപ്പിലാക്കി വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് കാരണം അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗിമ്മിക്കിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ പറയുന്നുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇന്ത്യയിലെ ഏത് പൗരനും എവിടെ വേണമെങ്കിലും വോട്ട് ചേർക്കാം, ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യുന്നത് മാത്രമാണ് തെറ്റ് എന്നിരിക്കെ അത്തരം നീതികേടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയെല്ലാം വലിയ തോതിൽ പർവ്വതീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരടക്കമുള്ള BJPയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ ഏകദേശം 1:45 യോഗം അവസാനിക്കും. അതിനുശേഷമായിരിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തേക്ക് വരിക. 2 മണിയോടെ ഇപ്പോഴും നിർണായകമായ യോഗം അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് എത്തും എന്നാണ് അരുൺ കൊടുങ്ങൂർ റിപ്പോർട്ട് ചെയ്യുന്നത്.